അമ്പലപ്പുഴ തൊഴാൻ പോവാണ്. ഞങ്ങൾ കോളേജ് ജോയിൻ ചെയ്തിട്ട് 6 മാസമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് 8 മാസമായി ഞങ്ങളിതാ അമ്പലപ്പുഴയിലേക്ക് പോവാണ്. കല്ല് പറഞ്ഞ പോലെ വെറും 8 മാസത്തെ ഒരു ആഗ്രഹമാണോ അത്? അല്ല, ഒരൊറ്റ വർഷം കണക്കൊന്നും പറയാറില്ലെങ്കിലും അത്യാവശ്യം പഴമയുണ്ട് കേട്ടോ ഈ കഥയ്ക്ക്. നമുക്കൊക്കെ ഉണ്ടാവില്ലേ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് പായസം, മധുരം, അങ്ങനെ ക്രേവിങ്സൊക്കെ? എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛമ്മയോട് ചോദിച്ചു, അച്ഛമ്മേ പായസം ഉണ്ടാക്കി തരുമോ, കഴിക്കാൻ കൊതിയായിട്ടാണെന്ന്. കേൾക്കേണ്ട താമസം അച്ഛമ്മ റെഡി. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അമ്മമാരേക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ നിന്ന് സഹായിച്ചത് അച്ഛമ്മയായിരിക്കും. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ പാൽപ്പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് അച്ഛമ്മ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെയും പാൽപ്പായസത്തിൻ്റെയും കഥ പറഞ്ഞിരുന്നത്. പാൽപ്പായസം ഉണ്ടാക്കി തന്ന് അച്ഛമ്മ അത് വിട്ടു. പക്ഷെ ഞാൻ വിട്ടോ? എവിടുന്ന്? ഞാൻ കൂടെ കൂട്ടി. അങ്ങനെ ആ കുഞ്ഞ് 7 വയസ്സുകാരി കൂടെ കൂട്ടിയ ആഗ്രഹം സാധിച്ചെടുത്തത് 22 വയസ്സായപ്പോഴാട്ടോ. ഈ സാഹിത്യം പറയുകയാണെങ്കിൽ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹം സാധിച്ചെടുക്കാൻ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന്. ലോകം മുഴുവനൊന്നും കൂടെ ഇല്ലെങ്കിലും നമുക്ക് വേണ്ടി 3 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ധാരാളം. അങ്ങനെ എൻ്റെ ചെറിയ ആഗ്രഹം സാധിച്ചെടുക്കാൻ എൻ്റെ കൂടെ എനിക്ക് വേണ്ടി 3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഇന്നലെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാൻ പോയി. എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് അങ്ങനെയൊക്കെ പറയാനേക്കാൾ നന്നായിട്ട് നമുക്കുണ്ടാവില്ലേ ഈ കുറേ പരിഭവങ്ങളും കുറേ പിണക്കങ്ങളും പറയാൻ ഭഗവാന്റെ അടുത്ത്. പക്ഷെ എന്താ പറയുക, മൂപ്പരുടെ മുഖം കണ്ടപ്പോൾ ഞാൻ ഔട്ടായിപ്പോയി. അതിനേക്കാളൊക്കെ കൂടുതൽ പറയാനുള്ളത് നമ്മൾ എല്ലാവരും പറഞ്ഞ് അറിഞ്ഞ പാൽപ്പായസത്തിനെ പറ്റിയിട്ടാട്ടോ. എന്താ പറയുക, ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടെയാണ് ഞാൻ അവിടെ ചെന്നത്. അതൊട്ടും കുറയ്ക്കാതെ തന്നെ എന്താ പറയുക, ഞാൻ ആഗ്രഹം സാധിച്ചെടുത്തു. ഒരുപാട് ആഗ്രഹിച്ച ആ ദിവസം ഡാൻസും വീഡിയോസും റീൽസുമായിട്ട് ഒരു അടിപൊളി ദിവസം. ഇനിയും ഇതേപോലെ വീഡിയോസ് ഭാവിയിലുണ്ടായിരിക്കും. ഇനിയും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.